ഇൻഡസ്ട്രിയൽ വിസിറ്റ് മാർക്കറ്റ് സ്റ്റഡിക്ക് ശേഷം നമ്മുടെ ടീം ഗുജറാത്തിലെ അവസാന ദിവസം പോയിരിക്കുന്നത് നമ്മുടെ യൂണിഫോം സാരീസിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ്. 1000 പീസോളം യൂണിഫോം സാരീസ് റെഡി സ്റ്റോക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഗുജറാത്തിൻ്റെ ആ ഒരു സിറ്റി സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി വില്ലേജ് ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്. ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കംപ്ലീറ്റ്ലി ആ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് മാൻ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ചെന്നതിന് ശേഷം അവരുടേതായിട്ടുള്ള ആ ഒരു കളക്ഷൻസും ആ ഒരു പുതിയതായിട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള സാമ്പിൾ സാരീസ് എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് കൂടാതെ അവർക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് തന്നെ യൂണിഫോം സാരീസിലുണ്ട്. സോ നമ്മളിപ്പോൾ അവിടെ ആ ഒരു വിസിറ്റ് ചെയ്തതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു ഇൻഫർമേഷൻ, ഇനി വരാൻ പോകുന്ന യൂണിഫോം സാരീസിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ അവരൊരു ഗോൾഡ് സാരിയുടെ ബോർഡർ ഫിനിഷിങ്ങും പല്ലു ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് കളർ കോമ്പിനേഷൻസും ബോഡിയിൽ വരുന്ന ആ ഒരു വർക്കിൻ്റെ ഡിഫറൻസ് എല്ലാം മറ്റുള്ള യൂണിഫോം സാരീസിൽ നിന്ന് നമ്മുടെ യൂണിഫോം സാരീനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ അവരുടേതായിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ചെറിയൊരു മീറ്റിംഗ് ആണ് അവിടെ നടന്നത്. ആ ഒരു മീറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഏറ്റവും നല്ലൊരു പോയിന്റ്, എന്ത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും ഇനി എന്തൊക്കെ ഫാബ്രിക്സ് റെഗുലറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന യൂണിഫോം സാരീസിൽ അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. സോ ഒരുപാട് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. നമ്മുടെ ആ ഒരു യൂസിനനുസരിച്ചിട്ട് ആ ഒരു ഫാബ്രിക്സ് എല്ലാം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി വരാൻ പോകുന്ന ആ ഒരു കളക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു റിസർച്ചിനെ ബേസ് ചെയ്തിട്ടും ഒരുപാട് ഡിസൈൻസും അതേപോലെ തന്നെ ഒരുപാട് ടെക്നിക്സും ബേസ് ചെയ്തിട്ട് കുറച്ച് കളക്ഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റെഫറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ബേസിലാണ് നമ്മുടെ ഈ ഒരു കളക്ഷൻസ് ഇനി വരാനായിട്ട് പോകുന്നത്. സോ ആ ഒരു മീറ്റിങ്ങിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോയത് നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ്. ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ റോ ആയിട്ട് വരുന്ന ഒരു വൈറ്റ് ഫാബ്രിക് എങ്ങനെ കംപ്ലീറ്റ്ലി ഒരു യൂണിക് സാരി ആയിട്ട് മാറുന്നു എന്നതിനെ പറ്റിയാണ്. നോർമലി കാണുന്ന സാരീസ് എല്ലാം മോസ്റ്റ്ലി വീവ് ചെയ്തെടുക്കുന്നതായിരിക്കും. എന്നാൽ അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ഒരു പ്രിൻ്റഡ് ആയിട്ട് വരുന്ന സാരീസ്. സോ ആ ഒരു പ്രിൻറ്റിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ബേസ് വൈറ്റ് ആയിട്ടുള്ള ആ ഒരു സാരിയിൽ നിന്ന് കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് അപ്ലൈ ചെയ്യാം. ഈ കാണുന്ന പ്രോസസ്സ് എല്ലാം ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്നിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ കൂടുതൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രിൻറ്റിംഗ് ആണ്. മാത്രമല്ല ക്രേപ്പും അതേപോലെ തന്നെ ജാപ്പാനീസ് സിൽക്സും പോലെയുള്ള ആ ഒരു ഫാബ്രിക് ബേസ് ആണ് മോസ്റ്റ്ലി നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ. ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന ഈ ഒരു കസവിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ സെറിയുടെ ആ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. നിങ്ങൾ ഈ വീഡിയോ ത്രൂ കാണുന്നതെല്ലാം അതിൻ്റെ ടെക്നിക്സ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഓടിച്ച് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു വാഷിങ്ങും ഡൈയിങ്ങും പ്രിൻറ്റിങ്ങും അയേണിങ്ങും കട്ടിങ്ങും ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഒരു റെഡി സാരി വരുന്നത്. എന്നാൽ ഞാനിപ്പോൾ സിമ്പിളായി പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പുകൾ മാത്രമല്ല, അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു യൂണിറ്റിലുള്ള ആ ഒരു പ്രൊഡക്ഷനാണ് നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാരികൾ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ചെയ്ത സാരികൾ നമ്മൾ ഡിസൈൻസിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഡെലിവറിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഒരു യൂണിറ്റിലേക്കാണ്. ഈ യൂണിറ്റ് ആദ്യം കണ്ട യൂണിറ്റിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു കൽക്കരിയുടെ ബേസിലാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു യൂണിറ്റ് ഇപ്പോഴും ഒരുപാട് പേർക്ക് ജോബ് നൽകുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഒരുപാട് പേരെ നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സെക്ഷനിലുള്ളവരെ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കാണിക്കുന്ന പ്രോസസ്സെല്ലാം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ ഇവരുടെ ഈ ഒരു കളക്ഷൻ കുറച്ചധികം തന്നെ ഉണ്ട്. കാരണം ഈ ഒരു കളർ കോമ്പിനേഷൻസും സാരിയുടെ ആ ഒരു ഡൈയിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള പാക്കിംഗ് സെക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ആ ഒരു ഫിനിഷിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം സാരീസ് പോളിഷ് എല്ലാം ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. സോ നമ്മുടെ എല്ലാ ഏരിയയിലും ഈ ഒരു വീഡിയോഗ്രഫി അലൗഡ് അല്ല. അത് കാരണമാണ് നമുക്ക് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റാതിരുന്നത്. ഈ ഒരു ഏരിയ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ഫാൻസി സാരീസിൻ്റെ പ്രൊഡക്ഷൻ അറ്റ് എ ടൈമിൽ ഇവിടെ നടക്കുന്നുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻസും ഡിസൈൻസിൻ്റെ വെറൈറ്റീസ് എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ഒരു ഫാബ്രിക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ എല്ലാം നമുക്ക് ഷിഫോണിലാണ് ഈ സാരീസിൻ്റെ ഒരുവിധം എല്ലാ
പ്രൊഡക്ഷൻ നടക്കുന്നത്. ഷിഫോണിൽ കൂടാതെ നമുക്ക് ഓർഗൻസയും ക്രേപ്പ് സിൽക്കും പോലത്തെ സാരീസിലും റെഗുലറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന യൂണിഫോം സാരീസും ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഏതൊരു പ്രൊഡക്റ്റും ഡിസൈൻ ചെയ്യുന്നതിന് മുൻപ് നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് എന്തായാലും അറിയണം. ഈ ഒരു പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇനി കാണിക്കുന്നത്. കാരണം വാഷിംഗ് മുതലുള്ള ആ ഒരു പ്രോസസ്സ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് അതിൻ്റെ ആ ഒരു പ്രിൻറ്റിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ഇതെല്ലാം നമുക്ക് സോർട്ട് ചെയ്ത് പാക്ക് ചെയ്തെടുക്കാം എന്നതിനെ പറ്റി കൂടിയാണ്. ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ആ ഒരു ഫാൻസി സാരീസിനാണ്. സോ ഫാൻസി സാരീസ് ബേസ് എല്ലാം വരുന്നത് ഷിഫോണിലാണ്. സോ ഈ ഒരു വീഡിയോയുടെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമുക്ക് ഒരുപാട് ഫാൻസി സാരീസിൻ്റെ പ്രൊഡക്ഷനും കൂടി പാരലായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരുപാട് പ്രോസസ്സ് ഇത് കൂടാതെ ഈ ഒരു ഫാക്ടറിയിൽ നടക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു വ്യൂ എല്ലാ കാര്യങ്ങളെല്ലാം നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ ഓഫീസിലേക്കാണ്. സോ ആദ്യത്തെ യൂണിറ്റിലുണ്ടായിരുന്നത് പോലെ തന്നെ ചെറിയൊരു ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഓഫീസിലുണ്ടായിരുന്നു. ചെറിയൊരു മീറ്റിംഗ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരുന്നു. ഈ ഒരു കളക്ഷൻസ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ യൂണിഫോം സാരീസിൽ വന്നിട്ടുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷനാണ്. കാരണം ഇവർ ഏറ്റവും കൂടുതൽ അതിൽ കൊടുക്കുന്നത് പ്രിൻറ്റിങ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. ഇവിടെ നമ്മൾ ഇവരുടെ കളക്ഷൻസ് ചെക്ക് ചെയ്തതിൽ മറ്റുള്ള സാരീസിൽ നിന്നും, എന്നാൽ ആദ്യം കണ്ട് ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വീവിങ്ങിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പ്രിൻറ്റിംഗ് ആണ് ത്രൂ ഔട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കാരണം ബോർഡറിലും പല്ലുവിലും ബോഡിയിലും ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന അജ്രക്കിൻ്റെ പ്രിൻറ്റും ഫ്ലോറൽ പ്രിൻറ്റും ഇത് കൂടാതെ കുറച്ച് ഇക്കത്ത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു പ്രിൻറ്റിംഗ് ടെക്നിക്കായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവരും നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് പാരലായിട്ട് ട്രാവൽ ചെയ്ത് റിസർച്ച് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ടീമാണ്. സോ നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൊടുത്തതുപോലെ തന്നെ നമ്മുടെ റിസർച്ചിനും കാര്യത്തിനും ബേസ് ചെയ്തിട്ട് ആ ഒരു വർക്കും കാര്യങ്ങളും ടെക്നിക്സും കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പുതിയ ടെക്നിക്സ് ഇവരുടെ അടുത്തുനിന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻസ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നുണ്ട്. അവരുടെ ഡിസൈനിൽ നിന്ന് എങ്ങനെയാണ് ഇവരുടെ വർക്ക് ഡിഫറെൻ്റ് ആയി വരുന്നത് എന്നതിനെക്കുറിച്ചും നമുക്ക് ഈ ഒരു ഡിസ്കഷനിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവരുടെ ആ ഒരു കളക്ഷൻസ് ത്രൂ ഔട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് യൂണിഫോം സാരീസിൻ്റെ സാമ്പിൾസും ഫാൻസി സാരീസിൻ്റെ സാമ്പിൾസും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. സോ ഇവർ തന്നെയാണ് നമുക്ക് ആ ഒരു കളക്ഷൻസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് ചെക്ക് ചെയ്തപ്പോഴും ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന യൂണിഫോം സാരീസിലേക്ക് വേണ്ട ആ ഒരു ഇൻസ്പിറേഷനും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഡേ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യൂണിഫോം സാരീസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഇനി വരുന്ന നമ്മുടെ ഫ്യൂച്ചർ കളക്ഷൻസിൽ ഈ ഒരു ഡിസൈൻസിൻ്റെയും ഈ ഒരു റിസർച്ചിൻ്റെയും ഇൻഫ്ലുവൻസ് നല്ല രീതിക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഇനി ഡിസൈൻ ചെയ്യുന്നത് ഫോർകാസ്റ്റ് ചെയ്ത് ട്രെൻഡി ആയിട്ടുള്ള ആ ഒരു കളക്ഷൻസാണ്.